17 വർഷക്കാലം ഞാൻ നീണ്ട പരിശീലനത്തിലൂടെ അതിന് മുമ്പ് എനിക്ക് നിയന്ത്രണമില്ലായിരുന്നു. പല ആൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പല രീതിയിൽ പല പ്രാവശ്യം അവരുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സെമൻ എന്ന് പറയുന്ന ബീജങ്ങളെ അശ്ലീല വീഡിയോകൾ കണ്ട് കുട്ടിക്കാലത്തെ നശിപ്പിച്ച് ഏറ്റവും പവർഫുൾ എനർജിയാണ്. ആ വളച്ചൊടിക്കപ്പെട്ട സംഭവം ഇതാണ്. ഞാൻ പരിശീലനങ്ങൾ കൊണ്ടിട്ട് ഇപ്പം 17 വർഷത്തെ ധ്യാനയും യോഗയും പരിശീലനങ്ങളിലൂടെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ലെവലിൽ എനിക്ക് 90% ആക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അവതാരകനോട് പറയുകയാണ്. ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷനെ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ യേശുദേവൻ ബൈബിളിൽ പറഞ്ഞ പോലെ ഷണ്ടത്വം എന്നാണ്. അപ്പോൾ ജന്മനാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ ലിംഗം ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ. പിന്നെ ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നുണ്ട്. ഒരുപാട് മതിൽ ചാടുമ്പോൾ നാട്ടുകാർ തല്ലി ഓടിക്കുന്നത്. മൂന്നാമത്തെ ഒന്നെന്ന് പറയുന്നത് അത് ആധ്യാത്മിക ആചാര്യന്മാരെയും പള്ളിയിലച്ചന്മാർ, അതുപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാർ, SNDP യൂണിയനിലൊക്കെ സന്യാസിമാർ, NSSൻ്റെ അങ്ങനെ ആധ്യാത്മികത കുറേ നന്നായി പഠിക്കുന്നവർക്ക് കറക്റ്റായിട്ടറിയാം. അവർക്കെല്ലാം അവരുടെ പെനിസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണെങ്കിൽ ചിലർക്ക് മനസ്സിലാവില്ല, അപ്പം മലയാളം പറയേണ്ടി വരും. ലിംഗത്തിന് അവരുടെ അവയവത്തിനെ നിയന്ത്രിച്ച് വയ്ക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ ലാസ്റ്റിൽ ആ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ അവതാരകനോട് പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഒരു A പടം അല്ലെങ്കിൽ അശ്ലീലമുള്ള അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആ നെഗറ്റീവ് പടം നമുക്ക് വേണമെങ്കിൽ കാണാം. ആ കാണുമ്പം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല. കാരണം ഞാൻ 90% എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഷണ്ടത്വം പോലെ ഞാൻ ആക്കി വെച്ചേക്കുകയാണ്. അപ്പോഴും ഞാൻ പറയുന്നത് 10% ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇത് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവാക്കി എടുക്കാനും പറ്റും. അതിനുള്ള കഴിവെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ 17 വർഷം കൊണ്ട്. അതും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ കുടുംബം തകർന്ന് ഞാൻ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചത്. ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്ന വാക്കത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പൂർണ്ണമായി എന്നെ വിശ്വസിക്കാം. ഞാൻ കള്ളം പറയില്ല, ദ്രോഹിക്കില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്ന ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതെ ഞാൻ കൊന്നു, കൃത്യമായി കൊന്നു, എനിക്ക് നിവർത്തിയില്ല, ഞാൻ അടിച്ചടിച്ച് കൊന്നു. ഇത് മാത്രം കട്ട് ചെയ്തിടും. എന്താ ഇതിൻ്റെ മുമ്പിലും പുറകിലും? ഞാൻ പറഞ്ഞാൽ പെരിച്ചാഴിയെ കൊണ്ട് തീരെ നിവർത്തിയില്ലായിരുന്നു. പെരിച്ചാഴി കംപ്ലീറ്റ് വീട് കുത്തിപ്പൊളിച്ചു. അങ്ങനെ ഞാൻ അതിനെ തല്ലി ആ പെരിച്ചാഴിയെ കൊന്നു എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യും? വീടും കുത്തി ഇളക്കുന്നതും പെരിച്ചാഴിയും കട്ട് ചെയ്ത് കളയും. ഞാൻ അടിച്ചു കൊന്നു എന്ന വാക്കും വെച്ചിട്ട് ഏതെങ്കിലും 2 മരിച്ചവരുടെ പടവും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കൊന്നു എന്നാക്കുന്ന തരത്തിൽ ചിന്തിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പേടിയത് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വരികയാണ്. പുതിയ തലമുറയിലെ പല പിള്ളേരും വ്യക്തികളും കുടുങ്ങും. ഡൈവേഴ്സിൻ്റെ ഘോഷയാത്രയും തകർച്ചകളും ജയിലിൽ കയറക്കവും പോലീസ് പിടിയും ഇതെല്ലാം ഇനി ഒരുപാട് ഇൻ്റലിജൻസ് വേണ്ടി വരും. സോഷ്യൽ മീഡിയ വരുന്ന പലതും ഏതാണ് സത്യം ഏതാണ് ഫേക്ക് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ കമ്പ്യൂട്ടർ വേണ്ടെന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ നല്ലതല്ലേ? അതെ വരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും എന്തും നല്ലത് ഉപയോഗിക്കാം. മൊബൈൽ നല്ലതിന് ഉപയോഗിക്കൂ, സോഷ്യൽ മീഡിയ നല്ലതിന് ഉപയോഗിക്കൂ, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട്, അത് നല്ലതിന് ഉപയോഗിക്കൂ. പക്ഷെ പലപ്പോഴും നമ്മൾ കുറുകു വഴിയിൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് അധർമ്മ മാർഗം ഉപയോഗിക്കും. കാരണം മനുഷ്യ മനസ്സ് പലയിടത്തും അധപ്പതിച്ചു തുടങ്ങി. മറ്റുള്ളവരുടെ മോശം കേൾക്കാനും അറിയാനുമാണ് പലർക്കും താല്പര്യം. നല്ലതറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ നല്ല മക്കൾ ജനിക്കൂ, അത് ഉറപ്പാണ്. കാരണം നല്ല ചിന്തകളിലൂടെയാണ് നല്ല ജീനുകൾ ഉണരുന്നത്. നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല സംസ്കാരം അത് ആർജിച്ചാൽ മാത്രമേ അവരുടെ ബീജ അണ്ടങ്ങളിലൂടെ നല്ല ജീനുകൾ ഉണർന്നിട്ട് അടുത്ത തലമുറ നല്ല സൃഷ്ടി നടക്കത്തുള്ളൂ. യാതൊരു സംശയമില്ല. ഈ അധപ്പതിച്ച ചിന്തയും അധപ്പതിച്ച പ്രവർത്തനങ്ങളും കൊണ്ട് എന്താ സംഭവിക്കുക? അവരുടെ ജീനുകൾ അധപ്പതിക്കുകയും അവരുടെ അടുത്ത തലമുറയെ നശിപ്പിച്ചാണ് സൃഷ്ടിക്കുന്നത്. സാധാരണ ചാരായം എന്ന് പറയുന്ന ബിവറേജസിൽ കിട്ടുന്ന സാധനമാണെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്? സ്റ്റിക്കർ, MDMA, മാഷ്, ഇങ്ങനെ പല കെമിക്കലുകൾ കയറിയിട്ട് മനുഷ്യൻ ഏത് ലെവലിലാവും. ഇപ്പോൾ ഈ വന്നതിൻ്റെ താഴെ കിടക്കുന്ന തമ്പനയിൽ അതെ സുലഭമായി അത് കിട്ടാതിരിക്കാൻ ഞാൻ വിചാരിച്ചാൽ തടയാൻ പറ്റുമോ? അതിൻ്റെ നിയമവ്യവസ്ഥയില്ലേ? നമ്മളെപ്പോലെയുള്ളവർക്ക് ബോധവൽക്കരിക്കാനേ കഴിയൂ. വളർന്നു വരുന്ന സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക എന്നൊക്കെ അതെ തീർച്ചയായിട്ടും. കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വരുന്നതിനെ തടയണം, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ നമ്മളത് എടുക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു തിരിച്ചറിവ്, നമുക്കൊരു വകതിരിവ്, നമുക്കൊരു ബോധം തലയ്ക്കകത്ത് വേണം. ഇത് ഒരു ലോബി, ഇത് കച്ചവടത്തിനും ഈ പുതിയ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതെ, എന്നിട്ട് പക്ഷേ അതിന്റെ ബിസിനസ് നടക്കുന്നുണ്ട്. അത് നമ്മളല്ലല്ലോ, ഞാൻ ആണോ? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ പിള്ളേര് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ലഹരി വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പൊ ഈ പറഞ്ഞ പോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. വളരെ സത്യമാണ്. പുകവലി ഏത് സിനിമ തുടങ്ങുന്നതിന് മുമ്പും എഴുതി കാണിക്കും. ഏത് സിനിമ കാണുന്നതിന് മുമ്പ് ഞാനൊക്കെ കണ്ണടച്ചിരിക്കും. കാരണം എന്താ? ആ സിഗരറ്റിൽ പുകയില വരുത്തുന്ന ദോഷം അത് പക്ഷെ പലരോടും പറഞ്ഞാൽ കേൾക്കുവോ? പക്ഷെ എന്നെ പോലെയുള്ളൂ. ഗവൺമെന്റ് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആളുകൾ മേടിച്ച് ഉപയോഗിക്കുന്നതിന് കുറ്റമായിട്ടെന്താ കാര്യമുള്ളത്?
അത് അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിർത്തലാക്കണം. പക്ഷേ ഒരു പരിധി വരെ ഇത്രത്തോളം ഉപയോഗിച്ച് കിടക്കുന്നവർക്ക് ആളോണെ സഡൻ നിർത്തലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് വരും. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് വേറൊരു മിനിസ്ട്രി ഉണ്ടായിരുന്ന സമയത്ത് മദ്യം നിർത്തലാക്കുന്നു എന്നോ നിർത്തലാക്കി എന്നൊരു സ്റ്റേജോ എന്തോ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെന്താ ചെയ്യാൻ തുടങ്ങിയത്? ചിലരൊക്കെ ഗ്യാസ് വലിക്കാൻ തുടങ്ങി, കെമിക്കലുകൾ കുടിക്കാൻ തുടങ്ങി. കാരണം അഡിക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്, വർദ്ധിച്ചു വരുന്നു. ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയല്ല ചെയ്യുന്നത്, കൂടുകയെന്നു. വില കൂടിയിട്ടും വേണ്ട, ഇന്നും വില കൂടി. വില കൂടിക്കൊണ്ടിരുന്നിട്ടും വാങ്ങിച്ചു കുടിക്കുന്നുവെങ്കിൽ ആസക്തി എന്ന് ആലോചിച്ച് നോക്കിയേ. 900 കോടിയുടെ മദ്യം വിറ്റഴിച്ചെന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ ആഹ്ലാദിക്കുന്നു. മോനെ, ലോകം മൊത്തം മദ്യമുണ്ട്, പക്ഷെ മദ്യത്തിനൊരു പരിധിയുണ്ട്. മദ്യത്തിനേക്കാൾ ഭീകരമാണ് രാസലഹരികൾ, രാസപദാർത്ഥങ്ങൾ കലക്കി കൊടുക്കുന്നതും അത് ചേർന്നിട്ടുള്ള ടാബ്ലറ്റുകൾ, മുട്ടായികൾ, അതുപോലെ തന്നെ മറ്റ് സ്റ്റിക്കറുകൾ, ഇതെല്ലാം അതാ പറഞ്ഞ. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്മെല്ല് വരുന്നില്ല. നമ്മളിപ്പോൾ പോലീസ് എക്സൈസ് കൊണ്ടുവന്ന് ഊതിപ്പിക്കുന്ന ഊത്തിലെ കൂടെ നമുക്ക് ചാരായം കുടിച്ചാലേ വരത്തുള്ളൂ. ഈ സാധനങ്ങൾ ഉണ്ടാകുന്നില്ല. പല ബസ് അപകടങ്ങൾ ഉണ്ടാകുന്നത്, കാർ അപകടങ്ങൾ ഉണ്ടാകുന്നത്, പല രീതിയിൽ കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നത്, ഇതെല്ലാം കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവൻ അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പോകാതിരിക്കാൻ എക്സൈസ് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സൈസിൻ്റെ കൗൺസിലറായിരുന്നു, പോലീസിൻ്റെ കൗൺസിലറായിരുന്നു. എത്രയോ മാറ്റങ്ങളുണ്ടായിരുന്നു. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചിയിൽ പല സ്ഥലങ്ങളിലുമൊക്കെ സ്കൂളുകളിൽ ശംഭു പാൻപരാഗ് വരെ ഉപയോഗിച്ച കുട്ടികൾ എക്സൈസ് കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർമാരുടെയൊക്കെ മുമ്പിൽ വെച്ച് ചുണ്ടിൻ്റെ ഇടയിൽ നിന്ന് ശംഭു എടുത്ത് കാണിച്ച ചരിത്രങ്ങളുണ്ട്. ഞങ്ങളത് ഇനി ഉപയോഗിക്കില്ല. പക്ഷേ ഇന്ന് ഇഫക്റ്റീവ് ബോധവൽക്കരണം ഇല്ല. കുട്ടിയെ ഒന്ന് ബോധവൽക്കരിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഉടനെ ഞങ്ങളെപ്പോലെയുള്ളവരെ അടിച്ചൊതുക്കലാണ്. അപ്പോൾ എത്ര സാമൂഹ്യ പ്രതിബദ്ധതയാണ് പലർക്കുള്ളത്. എന്നെപ്പോലെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെയാണ്. എനിക്കിപ്പോൾ കുടുംബമില്ല. നിങ്ങളൊന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കെതിരെ ഇട്ട ഈ വീഡിയോ പോസ്റ്റുകൾ, എനിക്കൊരു ഭാര്യയും മക്കളും എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ, എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ, അവരെല്ലാം ഇത് കണ്ടെങ്കിൽ എന്തുമാത്രമായിരിക്കും അവർ വേദനിക്കുന്നത്. ആ വീഡിയോ മൊത്തം കണ്ട് അവർ സമാധാനിക്കും. പക്ഷേ ഈ വേണ്ടാതെ തംബ്നെയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താ തംബ്നെയിൽ എനിക്കിപ്പോൾ ഓർമ്മ പോലും എന്താ രീതിയിൽ ഈ ഷണ്ടത്വം എന്നൊക്കെ പറഞ്ഞൊരു വൃത്തികെട്ട രീതി, അതെന്തായാലും ഓർക്കാൻ പോലും ഞാൻ തയ്യാറാവുന്നില്ല. ആ ലെവലിലാണ് തംബ്നെയിൽ. പലപ്പോഴും നമ്മളെ തംബ്നെയിലുകൾ നമ്മളെ ചതിക്കാറുണ്ട്. വീഡിയോയിൽ കയറി നോക്കിയാൽ നല്ല വീഡിയോ ആയിരിക്കാം, പക്ഷേ തംബ്നെയിൽ, ഞാൻ എക്സാമ്പിളും പറയാറുണ്ട്. ഈ വീഡിയോയിൽ കയറി നോക്കിയാൽ നിങ്ങൾ ഞെട്ടും, അകത്ത് കയറി നോക്കുമ്പോൾ ഞൊട്ടി ഒരു സാധനവും ഇല്ല. പറ്റിക്കാൻ വേണ്ടി പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും ആൾക്കാർ കയറി കുറേ സമയം നോക്കുമ്പോൾ അത്രയും വ്യൂ പോയിൻറ്റും അത്രയും ടൈമും കിട്ടുമ്പോൾ പണം കിട്ടുകയല്ലേ. അങ്ങനെ ചതിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ തംബ്നെയിലിട്ട് എന്നെ ചതിച്ചു. വീഡിയോ മുഴുവൻ കണ്ടാൽ ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുന്നു പറയുന്നു, എനിക്ക് അവാർഡ് കിട്ടും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ വേണമെന്ന് പറയും. ഗവൺമെൻറ് തലത്തിൽ നിന്ന് വരും, അല്ലാത്ത തലങ്ങളിൽ നിന്ന് വരും. പക്ഷേ നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യുക, പലപ്പോഴും 1.5 GB 2 GB ഇരുന്നുകൊണ്ട് ഈ 30 മിനിറ്റ് 40 മിനിറ്റുള്ള വീഡിയോ നല്ലത് കാണാൻ ശ്രമിക്കില്ല. എനിക്ക് തന്നെ യൂട്യൂബ് ഉണ്ട്, പക്ഷെ നല്ലതായിരുന്നു കാണാൻ ആരും ശ്രമിക്കത്തില്ല. എന്നാൽ വേണ്ടാത്ത ഇട്ടാലോ?